നമസ്കാരം. +1 പ്രവേശനം തന്നെയാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. ഇതുവരെയും കിട്ടാത്ത കുട്ടികൾ, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള കുട്ടികൾ ഇത് മുഴുവനായിട്ട് കേൾക്കണം. ഈ കേൾക്കുന്നവർ ഇതുവരെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം. ദയവായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നമുക്ക് നോക്കാം. നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത് ജൂലൈ 13 മുതലാണ്. നേരത്തെ നമ്മൾ ഇത് ഇത്രയും ദിവസം എന്താണ് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത് 5-ാം തീയതി 6-ാം തീയതി കൊണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ അടക്കം തീർന്നതിന് ശേഷം വേണം ഓരോ സ്കൂളിലുള്ള ജാതി സംബന്ധമായ ഒഴിവുകൾ, ജനറൽ മെറിറ്റിലുള്ള ഒഴിവുകൾ ഇതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. എന്തു തന്നെയായാലും ജൂലൈ 13-ന് ഈ +1 സപ്ലിമെന്ററിയുടെ അലോട്ട്മെന്റ് നടപടികൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പണം ആരംഭിക്കും. അപേക്ഷ എന്ന് പറയുന്നത് HSCAP വഴി ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. HSCAP വഴി ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. നേരിട്ട് സ്കൂളിൽ പോയിട്ടൊന്നും അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കൊക്കെ അപേക്ഷിക്കാം? അടുത്ത ചോദ്യം അതാണ്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം? ഞാൻ ഇന്ന് വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ ഇത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ മറുപടി തരും. അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്ന്, ഇതുവരെ കിട്ടാത്തവർക്ക്. കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് പോകാത്തവരല്ല. ഇതുവരെ നമ്മൾ HSCAP ഹയർ സെക്കൻഡറിയിൽ HSCയിൽ അപേക്ഷ കൊടുത്തു, കിട്ടിയില്ല. അങ്ങനെ കിട്ടാത്തവർക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അപേക്ഷ നിരസിച്ചവർക്ക്. അപേക്ഷ നിരസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് ചില കാര്യങ്ങൾ കൊടുത്തപ്പോൾ തെറ്റിപ്പോയി. ഇപ്പോൾ USS ഇല്ലാത്ത കുട്ടി USS ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ USS കിട്ടിയ കുട്ടിയാണ് പക്ഷെ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ അത്തരം ആൾക്കാരെ ഈ ഇന്റർവ്യൂ സമയത്ത്, അഡ്മിഷൻ സമയത്ത്, പ്രവേശന സമയത്ത് അവർക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പുറത്തായ കുട്ടികൾക്ക് ഈ സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാം. മറ്റൊരു വിഭാഗം പിന്നെ CBSEയിൽ റീവാലുവേഷൻ നടത്തി റീവാലുവേഷൻ ഫലം വന്നതിന് ശേഷം അപേക്ഷിക്കാമെന്ന് വെച്ച് അപേക്ഷിക്കാതിരുന്നവരുണ്ടാവും. അപ്പോൾ അത്തരം ആൾക്കാർക്ക് അപേക്ഷിക്കാം. സേ പരീക്ഷ പാസ്സായവർക്ക് അപേക്ഷിക്കാം. അടുത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സേ പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഇനി വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ അപേക്ഷിച്ചിട്ടേയില്ല. ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു, എനിക്കതിന് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അപേക്ഷിച്ചില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ പറ്റും. മറ്റൊരു വിഭാഗം ഏതാന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചില്ല. ഹയർ സെക്കൻഡറിയുടെ ഏകജാലകത്തിൽ ഞാൻ അപേക്ഷിച്ചില്ല, എന്നാൽ ഞാൻ VHSCയിൽ പോയി അപേക്ഷിച്ചു, എനിക്കവിടെ കിട്ടി, ഞാൻ സ്ഥിരപ്രവേശനവും നേടി. VHSCയിൽ സ്ഥിരപ്രവേശനം നേടിയവർക്ക്, എന്നാൽ ഇവിടെ കിട്ടിയവരാവരുത്. ചില കുട്ടികൾ എന്ത് ചെയ്തിട്ട് വെച്ചാൽ ഇവിടെ കിട്ടി, ഹയർ സെക്കൻഡറിയിൽ കിട്ടി, താൽക്കാലിക പ്രവേശനം ഒന്നും എടുക്കാതെ അവിടുന്ന് വിട്ട് ഏതെല്ലാം മേടിച്ചുകൊണ്ട് VHSCയിൽ സ്ഥിരം കിട്ടിയപ്പോൾ അവിടെ പോയി ചേർന്നു. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും അപേക്ഷിക്കാം. അതാണ് ഒരു വിഭാഗം. ഇനി ഇത്രയും വിഭാഗങ്ങൾക്ക് ഒരുപാട് പേർക്ക് അപേക്ഷിക്കാം. ഇതുവരെ കിട്ടാത്തവർക്ക് അപേക്ഷിക്കാം, സേ പരീക്ഷ പാസ്സായവർക്ക് അപേക്ഷിക്കാം, അപേക്ഷ നിരസിച്ചവർക്ക് അപേക്ഷിക്കാം, ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സ്ഥിരപ്രവേശനം നേടിയവർക്ക് അപേക്ഷിക്കാം. അങ്ങനെയൊക്കെ അപേക്ഷിക്കാം, എല്ലാം ചെയ്യാം. ഇനി ജൂലൈ 13 ആകുമ്പോഴേക്ക് ഓരോ സ്കൂളിലുമുള്ള, ഇങ്ങനെ അപേക്ഷിക്കണമെങ്കിൽ ജൂലൈ 13 ആകുമ്പോഴേക്ക് ഓരോ സ്കൂളിലുമുള്ള വിവിധ കോഴ്സുകളുടെ
അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം, ഓരോ കോഴ്സിലുമുള്ള സീറ്റുകളുടെ എണ്ണം HSCAP നമുക്ക് കാണാം. അപ്പോൾ ജൂലൈ 13 ആകുമ്പോഴേക്ക് അതാണ്, അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഒരു സ്കൂൾ എടുത്തു, ആ സ്കൂളിൽ എത്ര ഒഴിവുണ്ട്, ഏതൊക്കെ വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്, ഏതൊക്കെ കോഴ്സുകൾക്ക് ഒഴിവുണ്ട് എന്നൊക്കെ നമുക്ക് HSCAP കാണാൻ പറ്റും. അങ്ങനെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ. അതാണ് പുതിയതായിട്ട് പറയാനുള്ളത്. എല്ലാ സ്കൂളിലും മിക്കവാറും എല്ലാ സ്കൂളിലും ഈ ഒഴിവുകൾ ഉണ്ടാവും. പക്ഷെ ഒഴിവുള്ളിടത്തും നോക്കിയാണ് അപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ഇതിലെന്താ വ്യത്യാസം? എന്താ? നേരിട്ട് അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്തിട്ട് ഒരു സ്കൂളിലും പ്രവേശനം നേടാൻ കഴിയില്ല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഓരോ സ്കൂളിലെയും ഒഴിവുകൾ എങ്ങനെയാണ് നോക്കുന്നത് എന്ന വിവരം ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്യും. ഓരോ സ്കൂളിലും ഒഴിവുണ്ടാവും. ആ ഒഴിവുകൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് ആ സമയത്ത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സപ്ലിമെന്ററി അലോട്ട്മെന്റിലും ജാതി സംവരണം ഉണ്ട് എന്നാണ്. അപ്പൊ ഈ ജാതി സംവരണം കൂടി കണക്കിലെടുത്തുള്ള ഒഴിവുകളാണ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 13 വിവിധ സ്കൂളുകളിലെ ഒഴിവുകൾ പരിശോധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആ രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും എന്തുണ്ട്? ജാതി സംവരണം ഉണ്ട്. ആ ജാതി സംവരണം കൂടി കണക്കിലെടുത്തിട്ടുള്ള ഒഴിവുകളാണ്. ഞാനൊരു ഏകദേശ ചിത്രം നിങ്ങളോട് പറയാം. ഒഴിവുകൾ എങ്ങനെയാണ് നമ്മൾ ഒരു സ്കൂളിൽ കാണുക. ഇപ്പോ ഞാനൊരു ഉദാഹരണം എടുക്കുന്നു. ഒരു സ്കൂളിന്റെ സ്കൂൾ കോഡ് കൊടുക്കുന്നു. ആ സ്കൂള് എന്ന് പറയുന്നത്, ഞാൻ എടുത്ത സ്കൂള് മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളാണ്. താനൂര്, മലപ്പുറം ജില്ലയിലെ താനൂര് ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂർ. ആ സ്കൂളാണ് ഞാൻ ഉദാഹരണത്തിന് എടുത്തിരിക്കുന്നത്. അവിടെയുള്ള വേക്കൻസി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വേക്കൻസി കാണിച്ചിരിക്കുന്നു. ആ സ്കൂളില് ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂർ 01 കോഴ്സ് കോഡ് കൊടുത്തു. 01 മുസ്ലിം 2 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ 01 എന്ന് പറഞ്ഞ കോഴ്സ് ഏതാ? ബയോസയൻസ് ആണ്. മുസ്ലിം 2 എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന വിഭാഗത്തിന് 7% സീറ്റ് സംവരണമുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ. അവരുടെ ആ മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 2 സീറ്റ് ഒഴിവുണ്ട്. ആ മുസ്ലിം 2 എന്ന് പറഞ്ഞാൽ ആ 2 സീറ്റ് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. അടുത്ത വീണ്ടും സ്കൂളിന്റെ പേരെഴുതി 01 തീയ 1, ഈഴവ തീയ 1 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ബയോസയൻസിൽ ഈഴവ തീയ കാറ്റഗറിയിലും ഒരൊഴിവ് ഉണ്ട്. വീണ്ടും അതിന്റെ താഴെ കാണിച്ചിരിക്കുന്നു 01 ജനറൽ 5. അതായത് ബയോസയൻസിൽ ജനറലില് 5 സീറ്റുകൾ ഒഴിവുണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും പൊതുവായിട്ട് അപേക്ഷിക്കുക. അവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുക? നിങ്ങൾ WGPAയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ജനറലാണ്. ഇനി അതിന്റെ താഴെ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂർ എന്ന് കാണിച്ചിരിക്കുന്നത് അടുത്ത കോഡ് എടുത്തിരിക്കുന്നു 39, കോഴ്സ് നമ്പർ 39, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ്. അതിൽ പറഞ്ഞിരിക്കുന്നു വിശ്വകർമ്മ 1, വിശ്വകർമ്മ വിഭാഗത്തിന് 1 സീറ്റ് ഒഴിവുണ്ട്. LC ലാറ്റിൻ കാത്തലിക്കിന് 1 സീറ്റ് ഒഴിവുണ്ട്. മുസ്ലിം 1 സീറ്റ് കൊമേഴ്സിൽ ഒഴിവുണ്ട്. തീയ 1 സീറ്റ് ഒഴിവുണ്ട്. അതായത് 39, കോഴ്സ് കോഡ് 39 ഇതൊക്കെ പറയുന്നു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കൊമേഴ്സിൽ ഒഴിവുകളാണ്. മുസ്ലിമിന് ഒരൊഴിവ്, തീയ ഒരൊഴിവ്, 39 OBC 2 ഒഴിവ്. OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ മുസ്ലിമും തീയ ഒന്നും വരാത്ത കുറച്ച് വിഭാഗങ്ങളാണ് ഇവിടെ ഏകജാലകത്തിലെ OBC എന്ന് പറയുന്നത്. അവർക്ക് 2 സീറ്റ് ഒഴിവുണ്ട്. ജനറൽ 6 സീറ്റ്. ജനറലില് 6 സീറ്റും ഒഴിവ് ഉണ്ട്. ഇനി അടുത്ത കോഡ് കാണിച്ചിരിക്കുന്നു ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂർ, കോഴ്സ് കോഡ് 10, ഹ്യൂമാനിറ്റീസ് ആണ്. കോഴ്സ് കോഡ് 10 എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. അവിടെ OECക്ക് 1 ഒഴിവ് ഉണ്ട്. മുസ്ലിമിന് 3 ഒഴിവ് കാണിച്ചിരിക്കുന്നു. തീയ 4 എന്ന് കാണിച്ചിരിക്കുന്നു. ഈഴവ തീയ 4 ഒഴിവ്. ജനറൽ 15 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വിശദമായിട്ട് ഓരോ കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒഴിവ് കാണിക്കും. അത് കൂടാതെ ജനറൽ എത്രയാണെന്നും ഒഴിവുകൾ എത്രയാണെന്നും കാണിച്ചു തരും. ഇത്തരത്തിലാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒഴിവുകൾ. അല്ലാതെ ഒരു സ്കൂളിന്റെ പേരെഴുതിയിട്ട് അതിന്റെ നേരെ 20 ഒഴിവെന്നല്ല കാണിക്കുക. മറിച്ച് ഓരോ കമ്മ്യൂണിറ്റിക്കും എത്രയുണ്ടെന്ന് കാണിക്കും. അതിനുശേഷം ജനറൽ എത്രയുണ്ടെന്ന്
കാണിക്കും. ആ രീതിയിലാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒഴിവുകൾ പ്രദർശിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒഴിവുകളിലേക്കാണ് നമ്മൾ കുട്ടികൾ അപേക്ഷിക്കേണ്ടത്. ഒരു സ്കൂളിൽ മുസ്ലിം 2 എന്ന് മാത്രമേ കണ്ടുള്ളൂ എങ്കിൽ അവിടെ വേറൊരു കമ്മ്യൂണിറ്റി അപേക്ഷിക്കാൻ കഴിയില്ല. കമ്മ്യൂണിറ്റി അപേക്ഷിച്ചിട്ട് കാര്യമില്ല. ആ മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികളും മാത്രമേ അവിടെ അപേക്ഷിക്കാവൂ. അത്തരത്തിൽ അപ്പോ ഇനിയിപ്പോ നമ്മൾ എന്തുകൊണ്ട്, ഞാനിപ്പോ പറഞ്ഞു എന്തുകൊണ്ട് ഏറ്റവും പുതിയ അറിയിപ്പ് എല്ലാവർക്കും കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളെ ഒരു മനോഭാവത്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം. രക്ഷിതാക്കൾ അത് നമ്മളിവിടെ പറയേണ്ടതായിട്ടുണ്ട്. രക്ഷിതാക്കളുടെ ഒരു മനോഭാവം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു മുമ്പേ. +1 പ്രവേശനത്തിലെ ട്രയൽ അലോട്ട്മെന്റ് വന്നു. അതിൽ കുട്ടിയില്ല, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോളില്ല, കുഴപ്പമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് വരട്ടെ. ഫസ്റ്റ് അലോട്ട്മെന്റിലും കുട്ടിയുടെ പേരില്ല, അതും പ്രശ്നമല്ല. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. സെക്കൻഡ് അലോട്ട്മെന്റിലും കുട്ടിയുടെ, എൻ്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ പേരില്ല. ഒരു കുഴപ്പവും ആർക്കുമില്ല. രക്ഷിതാക്കൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോ കുട്ടിയുടെ പേരില്ല. അപ്പോഴാണ് എല്ലാവർക്കും തീ പിടിച്ചത്. എല്ലാ രക്ഷിതാക്കൾക്കും വളരെ ടെൻഷനായി, നെട്ടോട്ടം ഓടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പോയി കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ പോയി ചേരും. കമ്മ്യൂണിറ്റി കോട്ടയിൽ കമ്മ്യൂണിറ്റി മാർക്കിലേ കിട്ടുള്ളൂ. മാനേജരെ കാണാൻ പോകുന്നു, അപ്പുറത്തെ സ്കൂളിൽ പോകുന്നു, മാനേജരെ കാണാൻ പോകുന്നു. മാനേജർ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു 25,000 രൂപയാവും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എങ്ങനെയും സംഘടിപ്പിച്ച് ചേരാമെന്ന് പറഞ്ഞു. അവിടെ ഏതെങ്കിലും വിധത്തിൽ 25,000 രൂപയെങ്കിൽ 25,000 രൂപ പോയി സംഘടിപ്പിച്ച് അവിടെ ചേരുകയാണ് ചെയ്യുന്നത്. ഊണുമില്ല, ഉറക്കമില്ല. ആർക്ക്? കുട്ടികൾ ഊണും ഉറക്കമൊക്കെ ഉണ്ട്, പക്ഷെ രക്ഷിതാക്കൾക്ക് ഊണുമില്ല, ഉറക്കമില്ല. ഇതാണ് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴുള്ള രക്ഷിതാവിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ അവസാനം എന്താ ഇവർ ചിന്തിക്കുന്ന, ഇതാ എൻ്റെ കുട്ടിയോ മകളോ മകനോ ഇത് തേർഡൂടെ കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും, ഇവനെ എന്ത് ചെയ്യുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോവോ, കുട്ടിക്ക് പഠിക്കാൻ അവസരം കിട്ടാതെ വരുമോ, നൂറ് ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ. ആ ഒരു ബേജാറിൽ അല്ലെങ്കിൽ ടെൻഷനിൽ മാനേജ്മെന്റ് സീറ്റ് എന്ന് വെച്ച് പോയി മിക്കവാറും പേര് അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. കുറേ പേർക്ക്, ബഹുഭൂരിപക്ഷം പേർക്ക് അവിടെ മെറിറ്റിൽ കിട്ടിയ കുട്ടികൾക്ക് കമ്മ്യൂണിറ്റിയിലും കിട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി നാളെ തുടങ്ങുള്ളൂ, കമ്മ്യൂണിറ്റി കോട്ട. എങ്കിലും ചില മാനേജ്മെന്റുകൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് സ്വകാര്യമായിട്ട്. കാരണം അവരുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ ക്രമം അനുസരിച്ച് അവരോരുത്തരെയും വിളിച്ച് ആ സമയത്തേക്ക് വെക്കാതെ നേരത്തെ തന്നെ ചേരാളം പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിറ്റി കോട്ടയിൽ 25,322 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. മാനേജ്മെന്റ് കോട്ടയിലെ 38,951 സീറ്റുകളാണ് ഉള്ളത് കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ ഈ രണ്ട് വിഭാഗത്തിലും കൂടി 64,000-ൽ പരം സീറ്റുകളുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും മാനേജ്മെന്റ് കോട്ടയിലും കൂടി 64,000-ൽ പരം സീറ്റുകളുണ്ട്. പിന്നെ നേരത്തെ ചേരാത്തവർ 5,922 പേരുണ്ട്. അപ്പോൾ ഈ 3 വിഭാഗം കൂടി പറഞ്ഞാൽ നമുക്ക് എത്രയുണ്ട്? 70,000 സീറ്റുകൾ അതിലുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ ഈ തേർഡ് അലോട്ട്മെന്റ് വന്നതിന് മുമ്പ് പറഞ്ഞ കണക്കുകളിൽ ഈ 70,000 സീറ്റുകൾ വന്നിട്ടേയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെ പോയാലും ഈ 70,000-ൽ ബഹുഭൂരിപക്ഷം കുട്ടികളും കമ്മ്യൂണിറ്റിയിലേക്ക് പോയത് എവിടെയുള്ളവരാ? മെറിറ്റിൽ കിട്ടിയവർ തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പോയത്. അപ്പോൾ മിക്കവാറും മെറിറ്റിൽ ഒരു 25,000 ഒഴിവ് ബാക്കി നിൽക്കും. ആ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കുട്ടികൾ പോയത് മൂലം കണ്ട ഒഴിവ് എന്ന് പറയുന്നത് ഏകദേശം 25,000-ഓളം ഒഴിവുകൾ വരും. മാനേജ്മെന്റ് കോട്ടയിൽ 38,000 ഒഴിവുണ്ടെങ്കിലും അത് മുഴുവനും മെറിറ്റുകാരല്ല. കുറച്ചു പേര് മെറിറ്റുകാരാണ്. കാരണം ഇഷ്ടപ്പെട്ട കോഴ്സോ സ്കൂളോ കിട്ടാത്തതുകൊണ്ട് അവര് പോയിട്ടുണ്ട്. എന്നാൽ പുതിയത് തീരെ കിട്ടാത്തവരാണ് പകുതിയിൽ കൂടുതലും. അപ്പൊ എങ്ങനെ പോയാലും ശരി, 50,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതില്? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് 50,000 സീറ്റുകൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് കൂടാതെ ഇപ്പൊ ഞാൻ ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് 120 ബാച്ചുകൾ കൂടി പുതിയതായിട്ട് അനുവദിച്ചിരിക്കുന്നു. താൽക്കാലിക ബാച്ചുകളാണ്. താൽക്കാലിക ബാച്ചുകൾ എന്ന് പറയുമ്പോൾ
ഈ ഒരു വർഷത്തേക്ക് മാത്രമേ ആ ബാച്ച് ഇപ്പം നിലനിൽക്കുന്നുള്ളൂ. അടുത്ത വർഷം ആവശ്യമെങ്കിൽ അടുത്ത വർഷം പുതിയതായിട്ട് അപേക്ഷിക്കും. അപ്പോ അത് 120 ബാച്ചുകളാണ് അനുവദിച്ചിട്ടുള്ളത് ഗവൺമെന്റ്. അത് ഇന്നലെ രാത്രി വന്ന അറിയിപ്പാണ്. അപ്പൊ 120-ല് 60 ബാച്ചുകൾ, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മലപ്പുറം ജില്ലയിലാണ് 60 ബാച്ചുകൾ. പാലക്കാട് ജില്ലയിലെ 30 ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 20 ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ 10 ബാച്ചുകളും അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെ സ്കൂളുകളിലാണ് വന്നതെന്ന് ഇത് ലിസ്റ്റ് വന്നിട്ടില്ല. ആ ലിസ്റ്റ് വന്നതിന് ശേഷം ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് ഈ 120 ബാച്ചുകൾ കിടക്കുന്നത് എന്ന് നമുക്ക് അന്ന് അടുത്ത ദിവസങ്ങളിൽ പറയാൻ വേണ്ടി പറ്റും. ഈ 120 ബാച്ച് എന്ന് പറയുമ്പോൾ 60 കുട്ടികളുള്ള ബാച്ചാണെങ്കിൽ 7200 സീറ്റുകൾ വരും. അത് 120 ബാച്ച് എന്ന് പറയുന്നത് 60 കുട്ടികളുള്ള ബാച്ചാണെങ്കിൽ 7200 കുട്ടികൾ വരും. 50 ബാച്ചുള്ള കുട്ടികളാണെങ്കിൽ 6000 സീറ്റുകൾ കൂടി അത് മാത്രം വരും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ 7000-ഓളം സീറ്റുകൾ കൂടി പുതിയ ബാച്ചുകൾ അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആകെ ഒഴിവുകളിലേക്ക് വരാനുണ്ട്. പക്ഷെ ഇത് മിക്കവാറും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ആയിരിക്കും ഈ ബാച്ചുകൾ എന്നാണ്. മറ്റത് സയൻസിൽ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സയൻസിൽ ലാബ് സൗകര്യമൊക്കെ വേണ്ട സ്കൂളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സയൻസിൽ ഉണ്ടാവാൻ വളരെ റയറാണ്. ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഉള്ളത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ആയിരിക്കും. അപ്പൊ ഈ 7000 ഒഴിവുകൾ കൂടി ഏതിലേക്ക് വരും? വിടുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലേക്കുള്ള നിയമനത്തിൽ ഈ അഡീഷണൽ ഇപ്പൊ അഡീഷണൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ബാച്ചുകളിലുള്ള കുട്ടികൾ കൂടി പ്രവേശനത്തിന് അവരുടെ ആ ഒഴിവുകൾ കൂടി കാണിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ കിട്ടോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഇനി കിട്ടാൻ ബാക്കിയുള്ള കുട്ടികൾക്ക്, അതായത് ഇപ്പൊ എവിടെയും കിട്ടാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സാധാരണ എല്ലാ വർഷത്തെയും ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോ ഞാൻ മറ്റൊരു കാര്യം എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോ സയൻസ് വേണ്ടവർക്ക് സയൻസ് തന്നെ കിട്ടിയിട്ടില്ല, കൊമേഴ്സാ ചിലർക്ക് കിട്ടിയത്. അവരിനി ട്രാൻസ്ഫർ കൊടുത്ത് മാറാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത്, ആ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോ ആഗ്രഹിച്ചത് ചിലർക്കെങ്കിലും കിട്ടിയിട്ടില്ല. എന്നാൽ സപ്ലിമെന്ററിയിൽ അതിൽ താഴെ മാർക്കുള്ളവര്, ഇപ്പോ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയതിലും മാർക്ക് കുറഞ്ഞവർക്ക് സയൻസ് കിട്ടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് കിട്ടും. സയൻസ് കിട്ടും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് കിട്ടും എന്ന് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. അതാണ് സത്യം. ഞാനിത് വെറുതെ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിത് പറയുന്നത്, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ എല്ലാ വർഷവും ഇത് കാണുന്നയാളാണ്. കൃത്യമായിട്ട് ഈ അലോട്ട്മെന്റുകൾ എങ്ങനെ പോകുന്നു, അലോട്ട്മെന്റുകളിൽ അതൊക്കെ ആർക്കൊക്കെ കിട്ടുന്നു, ഏതൊക്കെ മാർക്കുകളുള്ളവർക്ക് കിട്ടുന്നു, പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇതുവരെ കിട്ടാത്ത എല്ലാ കുട്ടികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കിട്ടുമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. ഒരിക്കലും ആ രീതിയിലേ അല്ല സംസാരിക്കുന്ന, കണക്കുകളും അനുഭവങ്ങളും വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഒരു രക്ഷിതാവും കുട്ടിയും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇതിൽ ആകെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് രക്ഷിതാക്കളുടെ മറ്റൊരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ 6-ാം തീയതി ക്ലാസ്സുകൾ തുടങ്ങും. പക്ഷെ ഇത് സപ്ലിമെന്ററി ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 25-ാം തീയതിയോടുകൂടി മാത്രമേ ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ 23, 24, 25 കട്ടൊക്കെ ആവും തീയതി. അപ്പോൾ അത്രയും ഒരു 10-15 ദിവസത്തെ ക്ലാസ്സുകൾ ഈ പുതിയതായിട്ട് ചേരാൻ പോകുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെടും എന്ന കാര്യം മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. അതൊരു പക്ഷേ രക്ഷിതാവിന് ടെൻഷൻ തന്നെയാണ്. കാരണം തൊട്ടടുത്ത വീട്ടിലെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ, ഹയർ സെക്കൻഡറിയിലേക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ ഇവിടുത്തെ കുട്ടി എങ്ങോട്ടും പോകാൻ സ്ഥലമില്ലാതെ, കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാതെ കാത്തിരിക്കുന്ന ഒരവസ്ഥ. അതൊരു സാരമില്ല. 10-15 ദിവസത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടും ആ കുട്ടികൾക്കും കിട്ടും. പഠിക്കാൻ താല്പര്യമുള്ള, അതായത് കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്കും സീറ്റ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.